പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനം. യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇവിടെ പാപികളുടെ മരണത്തെക്കുറിച്ച് നമ്മുടെ ഒരു സങ്കീർത്തനാണിത്. ഒരു സംഗീത പ്രമാണിക്ക് കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമായത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഹൃദയത്തിലെ ഒരു ദുരാത്മാവിൻ്റെ ചിന്ത, ഒരു പൈശാചിക ചിന്ത എങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഇരിക്കുന്നത് 2-3 വാക്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വചനം വായിക്കുന്നു. അതിൽ നിന്ന് നമുക്കെല്ലാം വിടുതൽ തന്ന് ദൈവത്തിൻ്റെ സത്യമായ ആത്മാവിലൂടെ നമുക്ക് നിത്യ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ഭാഗ്യം കിട്ടേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയിൽ നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലകൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാവുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാവും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനെ തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചൊല്ലുകയില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് നീ നിനക്കു തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനരായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ വലിയ വീടായി വലിയ സൗഭാഗ്യമായി എല്ലാം നമുക്ക് തന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല വഴിയൊരുക്കി നമ്മളെ ഇത്രയും സന്തോഷം നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിലെ ആത്മാവിന് ഒരു സന്തോഷം ഉണ്ടാവില്ല. ഈ ഭൂമികളെ കാണുന്ന ഈ ഒരു നേട്ടമല്ലാതെ നമുക്ക് പോകുമ്പോൾ മരിച്ച് ഇവിടെ ആത്മാവ് പോകുമ്പോൾ വേർപെട്ട് പോകുമ്പോൾ ആത്മാവ് എവിടെയാണ് പോകുന്നത്? നാശകരമായ പാതാളത്തിലേക്ക്, നമ്മളെ ബലിപീഠമായ നാശകരമായ കുഴിയിലേക്ക് പോകുന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നപ്പോൾ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഒരുക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്താക്കും? അതുവരെ നമ്മുടെ നേട്ടങ്ങളെല്ലാം പിടിച്ച് നമ്മൾ വലിയ ആർഭാടത്തോടെ ആവേശത്തോടെ ആഡംബരത്തോടെ നമ്മളെല്ലാം മതിമറന്ന് നടക്കുമ്പോൾ നമ്മളെ മരണം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ഒരു മറുപടി ഉണ്ട്. എന്താ? നിനക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭൂമി തന്നിട്ടില്ല, നീ എന്നെ അന്വേഷിച്ചിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ പാപികളുടെ മരണം ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ നല്ല ആത്മാവിനെ എപ്പോഴും സമാധാനത്തോടെ ജീവിക്കുവാൻ നമ്മൾ നല്ല നിത്യ പ്രാർത്ഥനയിൽ നമ്മൾ അശുദ്ധിയെ കെടുത്തി വിശുദ്ധമായ മന്ദിരമാണ് നമ്മൾ ആലയമാക്കി മാറ്റി